എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ അടുത്ത സമയത്ത് തുടങ്ങിയല്ലോ. നമുക്ക് ആ ബിഗ് ബോസ് മലയാളം സീസൺ 6നെ പറ്റി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും നമുക്ക് ബിഗ് ബോസ് ഫോർമാറ്റ്, അതായത് ബിഗ് ബോസ് വളരെയധികം ആൾക്ക് ഫാൻസ് ഉള്ളതും അതേപോലെ ഒത്തിരി വിരോധികളുള്ളതുമായ ഒരു ഷോയാണ്. അപ്പോൾ അത് പല ലാംഗ്വേജസിൽ ഉണ്ടെങ്കിലും നമ്മൾ ഈ എപ്പിസോഡ് ഈ ബിഗ് ബോസ് ഫോർമാറ്റിനെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ ചെറിയ മലയാളം ഷോയുടെ ചെറിയ റെഫറൻസുകളൊക്കെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ ഡച്ച് ഷോയായ ബിഗ് ബ്രദറിൻ്റെ ഇന്ത്യൻ ഫ്രാഞ്ചൈസിയാണ്. അത് ആദ്യം തുടങ്ങിയത് ഹിന്ദിയിലാണ്. അത് കഴിഞ്ഞിട്ട് കന്നഡ, തമിഴ്, തെലുങ്ക്, മറാത്തി, മലയാളം ഭാഷകളിലാണ് ഇപ്പം നിലവിലുള്ളത്. ഓക്കെ, പിന്നെ ഇത് ശരിക്കും ഒരു നല്ല ഷോ ആണോ? ഇത് ഓഡിയൻസിനെ ശരിക്കും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ? എന്നാൽ ധാരാളം ആൾക്കാരിൽ നിന്നും ഇതിനെപ്പറ്റി ഒരു മോശമായ അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ട്, അതുപോലെ ഒത്തിരി വിരോധികളുമുണ്ട്. ഈ ഷോ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദനമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് അതിനകത്ത് സമൂഹത്തിലുള്ള എല്ലാത്തരം ആൾക്കാരും, നല്ലതും ചീത്തമായിട്ടുള്ള പല ആൾക്കാരും ഈ ഷോയിൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഗുഡ് ബാഡ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നല്ലതും ചീത്തയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിലാണ്. ഇപ്പം നമുക്ക് കോമൺ ആയിട്ട് അങ്ങനെ ഒരു നല്ലതാരാണ് ചീത്തയാണെന്ന് പറയാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പം ഈ ഷോയിൽ ഇപ്പം ചില ആൾക്കാർ ഭയങ്കര അഗ്രസീവാണ്, ഫൈറ്റ് ചെയ്യുന്നവർ, ബഹളം ഉണ്ടാക്കുന്നവർ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ആണ് സ്മാർട്ട് കളിക്കാർ, അവരാണ് എൻ്റർടൈനേഴ്സ് എന്നൊക്കെ വിചാരിക്കുന്ന വ്യൂവേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ടോക്സിക് ആണെന്ന് വിശ്വസിക്കുന്ന വ്യൂവേഴ്സും ഉണ്ട്. അപ്പം അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് ഈ ഒരു കോണ്ടസ്റ്റൻ്റ്, അതായത് നല്ല രീതിയിൽ ബുദ്ധിപരമായിട്ടും ശാരീരികമായിട്ടും കളിക്കുകയും നല്ല എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ വോട്ട് കിട്ടുന്നത്. അങ്ങനെ കൂടുതൽ വോട്ട് കിട്ടുന്ന കോണ്ടസ്റ്റൻ്റ് ആയിരിക്കും ഇതിൻ്റെ ഫൈനൽസ് വരികയും പിന്നെ വിൻ ചെയ്യുകയും ചെയ്യുന്നത്. അതിനിപ്പം ചില ആൾക്കാർക്ക് ആ കോണ്ടസ്റ്റൻറ്റിനെ പേഴ്സണലി ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്നതിന് പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ല. ഈ ഗെയിമിൽ നല്ല പ്ലെയേഴ്സ് ഉണ്ടല്ലോ, അവരാദ്യമേ തന്നെ എവിക്റ്റ് ആകുകയും, എന്നാൽ ടോക്സിക്കായിട്ടുള്ള പ്ലെയേഴ്സ് അത് കുറേ നാൾ അവർ ഈ ഷോയിൽ തുടരുകയും ചെയ്യുന്നതായിട്ട് നാം കേൾക്കാറുണ്ട്. ഇത് തെറ്റിദ്ധാരണയാണോ എന്താണെന്നറിയില്ല. ഇത് എത്രമാത്രം ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്? തീർച്ചയായിട്ടും. ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ ഷോയിൽ നമ്മൾ ഈ ഷോയുടെ ഹൗസിലുള്ള ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്ന പോലെ തന്നെ ഈ വ്യൂവേഴ്സ് എങ്ങനെയാണ് ഈ ഓരോ കോണ്ടസ്റ്റിനെയും വിലയിരുത്തുന്നത് എന്നുള്ളതും കൂടെയാണ് ഈ ഷോയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ടോക്സിക് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഒത്തിരി ഫാൻ ബേസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫൈനൽസിലെത്തി ഈവൻ ടൈറ്റിൽ വിജയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്തുവാണ്? ഈ ടോക്സിക് പ്ലേയേഴ്സിനെയാണ് വ്യൂവേഴ്സിന് ഇഷ്ടമെന്നാണോ? എനിക്കറിയത്തില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മലയാളം സീസണിൽ ആദ്യമായിട്ട് എവിക്റ്റ് ആയപ്പെട്ട രതീഷ് എന്ന് പറയുന്ന കോണ്ടസ്റ്റൻ്റ് ഒരു സ്ട്രോങ് കോണ്ടസ്റ്റൻ്റ് ആയിരുന്നു, എൻ്റർടൈനർ ആയിരുന്നു. പക്ഷേ അയാൾ ടോക്സിക്കും ഇറിറ്റൻറ്റും ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായത്തിൽ അയാളെക്കാളും ടോക്സിക് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇതിനു മുമ്പുള്ള സീസണുകളിൽ കൂടുതൽ സമയം അവിടെ നിൽക്കുകയും അല്ലെ പോപ്പുലാരിറ്റി ഉണ്ടാക്കുകയും ഈവൻ ഫൈനൽസ് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഈ രതീഷിന് കുറച്ചുകൂടെ സമയം കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ധാരാളം പ്രേക്ഷകരെ അയാൾ പോയത് നന്നായെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പല പ്ലെയേഴ്സും ഫേക്കായിട്ട് ഇതിനകത്ത് കളിക്കുന്നുണ്ടെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവർ തന്നെ ഈ പഴയ പ്ലെയേഴ്സ്, ഇതിന് മുമ്പ് ഉള്ള ഷോയിലെ പല പ്ലെയേഴ്സിനെയും കോപ്പി ചെയ്തു കളിക്കുന്നതായിട്ട് തോന്നാറുണ്ട്.
ഈ ഉദാഹരണത്തിനായിട്ട് പള്ളി മാണിയ, ശ്രീനിഷ്, രഞ്ജിത്ത്, റോബിൻ തുടങ്ങിയ മത്സരാർത്ഥികൾ ഉണ്ടല്ലോ. ഇത് ഈ ഇത് ഈ ഒരു ഇത് എന്താണ്, ഇതൊരു നല്ല രീതിയാണോ? തീർച്ചയായിട്ടും അല്ല. ഇവർ കോണ്ടസ്റ്റൻസ് നമ്മുടെ നാച്ചുറൽ പേഴ്സണാലിറ്റി കാണിക്കണം, അവരുടെ നാച്ചുറൽ ബിഹേവിയർ കാണിക്കണമെന്നാണ് ഈ ഫോർമാറ്റ് ഉദ്ദേശിക്കുന്നത്. അതാണ് വ്യൂവേഴ്സ് റെസ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ പലരും എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, പഴയ സീസണുകളിൽ പോപ്പുലറായിട്ടുള്ളവരെ, ഫൈനൽസ് വന്നിട്ടുള്ളവരെ, ടൈറ്റിൽ ഇടുന്നവരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. കാര്യം അങ്ങനെയുള്ള ആൾക്കാരെയാണ് ജനങ്ങൾക്ക് അല്ലെ വ്യൂവേഴ്സിന് ഇഷ്ടമെന്നുള്ള ഒരു ധാരണയിൽ. ഇപ്പം നമുക്കൊരു ഡോക്ടർ റോബിൻ, നേരത്തെ ഉള്ള ഒരു സീസൺ ഉണ്ടായിരുന്ന ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന കോണ്ടസ്റ്റിനെ എടുക്കാം. ഞങ്ങൾക്ക് പേഴ്സണലി അദ്ദേഹത്തെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ധാരാളം ഫാൻ ബേസ് ഉള്ള ഒരാളായിരുന്നു അയാൾ. പിന്നെ ഇതിൻ്റെ സീസണിൻ്റെ പുറത്തുനിന്ന് പോയതിന് ശേഷവും ഇപ്പോഴും നല്ല ഫാൻ ബേസ് ഉള്ള ആളാണ്. അപ്പം പക്ഷേ ഈ വ്യക്തി ഫൈനൽസ് വരികയോ അല്ലെങ്കിൽ ടൈറ്റിൽ വിൻ ചെയ്യുമോ എന്നൊക്കെ എക്സ്പെക്ട് ചെയ്ത ഈ കോണ്ടസ്റ്റൻ്റ് ഇടയ്ക്ക് വെച്ചൊരു നിർഭാഗ്യകരമായ ഒരു സംഭവത്തിൽ പുറത്തു പോകേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ഈ ഷോയെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഗെയിമാണ്. തീർച്ചയായിട്ടും ഇതൊരു ഡിഫിക്കൽട്ട് ഗെയിം തന്നെയാണ്. കാര്യം നമ്മൾ പറഞ്ഞ പോലെ ഇത് സമൂഹത്തിൻ്റെ പലവിധ ഭാഗങ്ങളിൽ നിന്ന് പലവിധ ടൈപ്പുള്ള ആൾക്കാർ, പല ക്യാരക്ടേഴ്സ്, പല ലൈഫ് സ്റ്റൈല്, പല ബാക്ക്ഗ്രൗണ്ട്, പല കൾച്ചർ, വ്യൂ പോയിൻറ്റ്സ് ഒക്കെയുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണ് ഓരോ കോണ്ടസ്റ്റൻറ്റും അവിടെ കുറച്ച് ആൾ അല്ലെങ്കിൽ 100 ദിവസം വരെയൊക്കെ ജീവിക്കണം എന്നുള്ളതാണ് ഒരു സത്യം. അതുപോലെ തന്നെ ഇവർ വീട്ടിൽ നിന്ന് മാറി ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ വിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ അവർ ഒരു ഗാഡ്ജറ്റ്സും ഇല്ലാതെ, മൊബൈലില്ല, ഒരു കണക്ടിവിറ്റി ഇല്ല, ഔട്ട്സൈഡ് വേൾഡുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ എൻ്റർടൈൻമെൻറ്റ് വേറെ, ഇതല്ല ഇവിടുത്തെ ഉള്ളതല്ലാത്ത വേറൊരു സോഴ്സും ഇല്ല. അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമാണ്. ഒറ്റപ്പെട്ട ഒരു നമ്മുടെ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് കട്ട് ഓഫ് ആയിട്ടുള്ളൊരു ജീവിതമാണ്. അത് മാസങ്ങൾ അല്ലെങ്കിൽ 3 മാസം വരെയൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്യണം. അവരുടെ തുണി, അവരുടെ വസ്ത്രങ്ങൾ അവർ തന്നെ വാഷ് ചെയ്യണം, അവരുടെ ഫുഡ് അവർ തന്നെ ഉണ്ടാക്കണം, അവരുടെ വീട് അവർ തന്നെ ക്ലീൻ ചെയ്യണം. പിന്നെ അവർക്ക് ഇടുന്ന ഫുഡ് അത്ര വലിയ ഗ്രേറ്റ് ഫുഡൊന്നും അല്ല, എനിക്കൊന്ന് ആവറേജാണ്, ക്വാണ്ടിറ്റി ആയാലും ക്വാളിറ്റി ആയാലും. പിന്നെ അതുപോലെ ഗെയിംസ് കളിക്കണം. മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും എനർജിയും സ്റ്റാമിനയും വേണ്ട ഗെയിമുകളാണ് അവിടെ കളിക്കേണ്ടത്. ഇതിനെല്ലാം ഉപരി ഇതൊരു മൈൻഡ് ഗെയിമാണ്. അപ്പോൾ ഈ മൈൻഡ് ഗെയിമിൽ ഭയങ്കരമായിട്ടുള്ള മാനസികമായ പ്രയാസങ്ങളുണ്ടാകുന്ന ഒത്തിരി ഇൻസിഡൻറ്റുകളുണ്ടാകും. അപ്പോൾ ആൾക്കാർ ബുള്ളി ചെയ്യും, ആൾക്കാർ നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യും, ആൾക്കാർ മാനസികമായി തളർത്താൻ നോക്കും, പലവിധമായ ട്രോൺഡ്രംസ് കളിക്കും, അങ്ങനെ ഒത്തിരി എമോഷണൽ ബ്ലാക്ക് മെയിലിങ് പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം ഇവരവിടെ നിൽക്കുവാനും മുന്നോട്ട് പോകാനും ഒക്കെ. അത് വളരെ കഠിനമായ ഒരു സംഭവം തന്നെയാണ്. അപ്പം അത് പറയുമ്പോൾ ഈ എപ്പിസോഡ് കൂടി ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മലയാളം സീസണിൽ ഒരു ഏറ്റവും അവസാനം നടന്നൊരു ഇൻസിഡൻറ്റ് അതിനെ പറഞ്ഞിട്ട് നോക്കാം. ഈ റോക്കി എന്ന് പറയുന്നത് ഒരു വളരെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ്, എൻ്റർടൈനറായിരുന്നു. പുള്ളി സിജോ എന്ന് പറയുന്ന വേറൊരു കണ്ടസ്റ്റൻറ്റിനെ ശാരീരികമായി അടിച്ചതിനെ കൊണ്ട് ഇജക്റ്റ് ആക്കപ്പെട്ടു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ റോക്കി ഒരു ജെന്യുവൻ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഫേക്ക് ചെയ്യുക, അത് ഒറിജിനലായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ അയാൾക്ക് എമോഷണലായിട്ട് അയാൾക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ടെമ്പറമെൻ്റ് ആയിരുന്നു. അത് ഈ ഷോയുടെ ഹോസ്റ്റ് മോഹൻലാലും ബിഗ് ബോസും ഈ കൂടെയുള്ള മറ്റുള്ള കളിക്കാരും ഒക്കെ അതിനെപ്പറ്റി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, കൺട്രോൾ ചെയ്യണം എന്നൊക്കെ. പക്ഷേ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം സിജോ ഈ ഇദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്തതാണോ ഇങ്ങനൊരു ഇൻസിഡൻറ്റിലേക്ക് എത്തിച്ചത് എന്നറിയത്തില്ല. അങ്ങനെയാണ് അല്ലെങ്കിലും ഈ റോക്കി അതിൽ ആ നിമിഷം ഫെയിലായി. അപ്പം അതുകൊണ്ട് അയാൾ വളരെ കാലമായി കാത്തിരുന്ന ഒരു അവസരം അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. അപ്പം ഇത് ഫോർമാറ്റിൽ ഈ കോണ്ടസ്റ്റൻസ് ഫേക്ക് ആകരുത്, ഒറിജിനൽ ആയിരിക്കണം. അതേസമയം തന്നെ അവരുടെ എല്ലാ ടോക്സിറ്റി ഈ ഷോയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാര്യം ചില കാര്യങ്ങളൊക്കെ ഈ ബിഗ് ബോസിൻ്റെ റൂൾസിന് എഗൻസ്റ്റ് ആയിരുന്നു. അപ്പം അത് ഈ ഷോയുടെ ഒരു ഒബ്ജക്റ്റീവ് തന്നെ അതാണ്. അതായത് ഇവിടെ വരുന്ന കോണ്ടസ്റ്റൻറ്റിൻ്റെ ചില വളരെ ടോക്സിക് ആയിട്ടുള്ള, വളരെ ശരിയല്ലാത്ത ബിഹേവിയേഴ്സ്, ക്യാരക്ടേഴ്സൊക്കെ റിഫൈൻ ചെയ്യുക, ടെമ്പറമെൻറ്റ് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക, എമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നൊക്കെ ഉള്ളതാണ്.
അപ്പം അത് രണ്ടും കൂടെ ബാലൻസ് ചെയ്താണ് അവിടെ നമ്മൾ നിലനിർത്തുന്നത്. നമ്മൾ തീരെ ഫേക്ക് ആകാൻ പാടില്ല, അതേസമയം തന്നെ നമ്മൾ ഒത്തിരി ടോക്സിക് ആകാൻ പാടില്ല. പക്ഷെ അതേസമയം തന്നെ വളരെ എൻ്റർടൈനിങ് ആയിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം, വോക്കലായിരിക്കണം, നിലപാടുകൾ ഉണ്ടായിരിക്കണം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ട് ഗെയിം തന്നെയാണ് ആക്ച്വലി. അതാണ് ആക്ച്വലി ഈ ഫോമാറ്റിനെ പറ്റിയുള്ള ഒരു ചുരുക്കം. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിം ഷോ എന്ന് പറയുന്നത് ഓഡിയൻസിനെ മെസ്സേജ് കൊടുക്കുകയോ അവരെ പഠിപ്പിക്കുന്നതായതോ ഒന്നുമല്ല. അതിന് ഈ പിന്നെ നമ്മൾ അതിനെ അതിൻ്റെ ആ ശരിയായ രീതിയിൽ ആ ശരിയായ ഫോർമാറ്റിൽ നമ്മളത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. അതല്ലാതെ രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അതിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ശരിക്കും അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ കാണുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടതിനും നന്ദി. ഞങ്ങളൊരു പുതിയ വീഡിയോ വരുന്നതും വരെ നന്ദി, നമസ്കാരം.